വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ തരത്തിലുള്ളതാണ്. കാരണം ഇത് സാധാരണ ഒരു സ്വർണം കുറച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇവിടെ ഈ ആന്റിക് കച്ചവടം തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം, NDA സംബന്ധിച്ചോളം ഈ സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഇതിനു വേണ്ടി അവസാനം വരെ, കാര്യം ഞങ്ങൾ ആരെയും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയോ പ്രത്യേകിച്ച് കുറ്റക്കാരെന്നോ അതല്ലെങ്കിൽ കുറ്റമില്ലാത്തവരെന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടും. ആരൊക്കെയാണ് കുറ്റക്കാർ അവരെ എല്ലാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. അതിനോടൊപ്പം വളരെ ശക്തമായി NDA സമരവുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിപ്പോ ഹൈക്കോടതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോടതി എതിർക്കുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വരി മാത്രമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി മുഖത്തടിച്ചുകൊണ്ട് 5 തവണ ഈ SITക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തി. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? ഉന്നതന്മാരിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല? അല്ല, ഇത് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് SITയിൽ വിശ്വാസമില്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ. ഇതിപ്പോ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കണം, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്തമല്ലേ ഇത്? ഈ ഭരണഘടനയിലെ മുകളിൽ ഞാൻ ഭരണഘടന ഫോളോ ചെയ്യുന്നു ഒരു ഓത്തെടുത്ത ഒരു മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത വിടുക ചെയ്യേണ്ടത്? ഇവിടെ കൊള്ള നടന്നിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു വീഴ്ചയാണെന്ന്, ഇന്ന് സമ്മതിക്കുന്നു കൊള്ളയാണെന്ന്. ഇതിപ്പോ ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഇത് കൊള്ളയാണ്, വീഴ്ചയല്ല എന്ന്. അത് സത്യമായല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് കൊള്ളയുടെ പിന്നിൽ ആരുടെ ഗൂഢാലോചന, ആരാണ് രാഷ്ട്രീയക്കാരെ ഇവര് പ്രോത്സാഹിപ്പിച്ചത്? ഇതൊരു ഒരു നല്ലൊരു കൃത്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. അപ്പോ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അതൊരു ബൈ ദ ലോ അത് നടക്കട്ടെ. പക്ഷേ ഈ മന്ത്രിമാരും പിന്നെ ഇങ്ങനത്തെ ഒരു തെളിവുള്ള സമയത്ത് അവരെന്താണ് ചോദിക്കാത്തത്? കോൺഗ്രസിന് എന്താണ് ചോദിക്കാത്തത്? ഈ മിനിറ്റ്സിൽ ഒപ്പുവെച്ച് ശങ്കർദാസ് പുറത്തും ഈ മിനിറ്റ്സേ കാണാത്ത തന്ത്രി അകത്തുനിന്നുള്ളത് വന്നിരിക്കുന്നു. കറക്റ്റ് അല്ലേ? അതല്ലേ പ്രീ എലക്ഷൻ ഒരു നിലപാട്, പോസ്റ്റ് എലക്ഷൻ തോൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ കുറച്ചൊരു എർജൻസി. അതാണ് സത്യം. ഇതാണ് നടക്കുന്നത്. മൂവ് ചെയ്തല്ലോ, അത് 16-ാം തീയതി ഹിയറിംഗിന് വരുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം, പരിശോധിക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ ശരിക്ക് തെറ്റ് ചെയ്തവര് കൃത്യമായി പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണത്. ഉത്തരവാദിത്വം ആരുടെയാണ്? ശബരിമലയിന്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ. അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ആദ്യം മുതൽ CPM-ന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വീഴ്ചയാണ്. അന്നു മുതൽ ഇന്ന് കാണുന്നത് എന്താണ്? രാഷ്ട്രീയക്കാരെല്ലാം സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് SIT, അത്
റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ. ആ ഹോം മിനിസ്റ്റർ ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ പിന്നില്, ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. ആ പോസ്റ്റർ ഒന്നും ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ കുറുവ സംഘം ആണ് പോറ്റീന്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും LDFന്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. അപ്പോ CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ. അപ്പൊ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. ഇനി തന്ത്രി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, റിമാൻഡില് എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് 2 വാക്ക് ആരാ പറയാൻ വന്നത്? കേസ് പറയാൻ വന്നില്ല. അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസും CPM രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് 14-ാം തീയതി മകരവിളക്ക് ആ ദിനം BJP NDA ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് MT രമേശ് ആദ്യം സൂചിപ്പിച്ചാണ്, ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി. 14-ാം തീയതി മുതൽ ഒരു ശക്തമായ NDAന്റെ ഒരു പ്രോഗ്രാം. ഇതിന്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം, ഞങ്ങളൊരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി 2 വാക്ക് കെ സുരേന്ദ്രൻജി സംസാരിക്കും. അല്ല, അത് അന്ന് തുടങ്ങും. നമസ്കാരം.